നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ ഒരു കുടുംബത്തിലെ 7 പേരെ ഇപ്പോൾ കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെ നടുക്കത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തകൾ പുറത്തു വരുന്നത്. പഞ്ച്കുല ജില്ലയിലെ സെക്ടർ 27 ഇന്നലെ രാത്രി നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂട്ടാത്മഹത്യ എന്നാണ് പ്രാഥമിക വിവരം. ഡെറാഡൂൺ സ്വദേശികളായ പ്രവീൺ മിത്തലും കുടുംബവുമാണ് മരിച്ചിരിക്കുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കാനാണ് കുടുംബം ഹരിയാനയിലെത്തിയത്. ഏറ്റവും അടുത്ത തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ടാണ് പ്രവീൺ മിത്തൽ അങ്ങോട്ടേക്ക് എത്തിയത്. തിരിച്ച് ആത്മീയ സംഗമത്തിൽ പങ്കെടുത്ത് മടക്കയാത്രയ്ക്കിടെയാണ് വഴിയിൽ വെച്ച് കുടുംബം കാറിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. റോഡിൽ മഹാരാഷ്ട്ര നമ്പർ പ്ലേറ്റുള്ള കാർ പാർക്ക് ചെയ്തത് കണ്ട് സംശയം തോന്നിയ പ്രദേശവാസികൾ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ അബോധാവസ്ഥയിൽ 7 പേരെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാറിന്റെ ഗ്ലാസ് തകർത്ത് എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പ്രവീൺ മിത്തൽ 42 വയസ്സ്, ഭാര്യ, വൃദ്ധരായ മാതാപിതാക്കൾ, 3 കുട്ടികൾ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. കുടുംബത്തിന് വൻ കടബാധ്യത ഉണ്ടെന്നാണ് വിവരം. മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ഇവരുടെ കാർ പഞ്ച്കുലയിലെ ഒഴിഞ്ഞ മേഖലയിൽ നിന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ഈ ഒരു കാർ സംശയാസ്പദമായിട്ട് ഈ പ്രദേശവാസികൾ കണ്ടെത്തുന്ന സമയത്ത് കാറിന്റെ വിൻഷീൽഡ് തുണി വെച്ച് മറച്ച നിലയിലായിരുന്നു. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് കാർ പാർക്ക് ചെയ്തതും. അതുപോലെ പെട്ടെന്ന് ആളുകൾ ആരും കണ്ടുപിടിക്കാതിരിക്കാതെ അതിന്റെ വിൻഷീൽഡ് മൊത്തം ഒരു തുണി വെച്ച് മറച്ച നിലയിൽ കണ്ടെത്തുന്നത്. സെക്ടർ 27 പോയ വഴിയാത്രക്കാരിൽ ഒരാൾക്കാണ് കാറിന്റെ വിൻഷീൽഡിലെ തുണി കണ്ട് സംശയം തോന്നിയത്. ഉടൻ തന്നെ കാർ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിനുള്ളിൽ 7ഓളം ആൾക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ഏതായാലും പോലീസ് വിവരം അറിയിച്ച് കാർ തുറന്നപ്പോഴേക്കും എല്ലാവരും ബോധരഹിതരായിരുന്നു. ഉടൻ തന്നെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടികളിൽ ഒരാളുടെ ഒഴികെ എല്ലാവരുടെയും ജീവൻ നഷ്ടമായ നിലയിലായിരുന്നു. പിന്നീട് വൈകാതെ ചികിത്സയിലായിരുന്ന ഈ ഒരു കുട്ടിയും മരിക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിച്ച് ഇവരെ സമീപത്തെ ഓജസ് ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷേ ചികിത്സയ്ക്കിടെയാണ് ഇവരുടെ ഒരു മകൻ മരണമടഞ്ഞത്. കാറിനുള്ളിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതായാലും ഇനി എന്താണ് ഇതിനുള്ളൊരു കാരണം? കടത്തിന്റെ ബാധ്യത മൂലമാണെന്നാണ് പറയുന്നത്. ഇനി മറ്റെന്തെങ്കിലും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കുടുംബത്തിൽ സംഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിവരികയാണ്. ഫോറൻസിക് തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ചത് ബിസിനസ്സുകാരനായ മിത്തലും ഭാര്യയും മകൻ പ്രവീൺ മിത്തലും അവരുടെ ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും അടക്കം 7 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ച്കുല സിവിൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഡെറാഡൂണിൽ ഒരു ടൂർ ആൻഡ് ട്രാവൽ ബിസിനസ് ഉണ്ടെന്നും എന്നാൽ നിലവിൽ കുടുംബം വലിയ കടക്കണിയിലാണെന്നും അന്നത്തെ ചിലവിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥ ആയപ്പോഴാണ് ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും ഇവരുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമായിരിക്കും കൃത്യമായി എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഒരു ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ടാണ് കുടുംബം മുഴുവൻ ഒന്നിച്ചു പോയത്. അതൊരുപക്ഷെ അവരുടെ അവസാന യാത്രയായിരുന്നു. പിന്നീടാണ് ആ മടക്കയാത്രയിൽ ഇത്തരത്തിൽ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യാമെന്നൊരു തീരുമാനത്തിലെത്തുന്നതും വഴിയിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതും.